ഹലോ ഗൈസ്, നാഫിയ പാത്തുവിൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കൊരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഇത് വരുന്നുണ്ട്, ഒരുപാട് വേർഡായിട്ടുള്ള കമൻറ്റ് പിന്നെ അതുപോലെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പാത്തും കൂടി ഇന്ന് ബ്ലോഗിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ടാണ് കാണുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, ഒരുപാട് ആൾക്കാരെ ചോദ്യം. വണ്ണ് ഇങ്ങനെ റിഫനെ പോലെ, രണ്ടാമത്തെ മെഹനാസും എന്താ ബന്ധം, മൂന്നാമത്തെ എന്താ വെച്ചാൽ ഈ എന്താണ് ഹസ്ബൻഡ് ഉണ്ടാവും. ഇതിൻ്റെ ഭാഗങ്ങൾ ഞാൻ ക്ലിയർ ആക്കി തരാം. ഫസ്റ്റത്തെ ബഫ് വെക്കലേ, ഈ ബഫ് ഇപ്പം ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ബഫ് വെക്കണ എന്താ വെച്ചാൽ ഞാൻ 10th പഠിക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഞാൻ ബഫ് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിനും വിരുന്നിനും എല്ലാത്തിനും ഞാൻ പോക്കില്ല. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരായാലും വേണ്ടില്ല, എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ ബഫ് വെക്കലുണ്ടോ എന്നൊക്കെ അവർക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ റിഫനെ പോലെ ആവാൻ ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എനിക്ക് ഒരാൾ ആവണമെന്ന് എനിക്ക് ഒരാവശ്യമില്ല. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ആക്കാൻ പോവാണ്, ഞാൻ ഇങ്ങനെ ആക്കാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യണില്ല. പിന്നെന്താ വെച്ചാൽ ഈ മെഹനാസിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇവനിപ്പോൾ നല്ല കമ്പനിയായിരുന്നു, ഞാനും മെഹനാസും. അപ്പോൾ മെഹനാസ് എന്നോട് ഇതുവരെ മോശമായി സംസാരിക്കാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഓനുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കണം. അങ്ങനെ നിങ്ങൾ പറയണ പോലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഓനൊക്കെ എന്നോ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മോശമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, എന്നെ കാണാനേ വന്നിട്ടില്ല. പിന്നെ കുറേ ദിവസമാണ് ഒരുപാട് ഇതിൻ്റെ ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് ഈ മെഹനാസ് ഈ അടുത്ത് എൻ്റെ നാട്ടിലേക്ക് വന്നത്. നാട്ടിലൊക്കെ വെച്ചാൽ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ നാട്ടിലുള്ള ചെക്കന്മാരായാലും കുറേ ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന കുറേ വ്യക്തിയുണ്ട്. അത് ആരോന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ നാട്ടിലേക്ക് ബീച്ചിൽ പോവുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഗേൾസ് വരാണെങ്കിലും ബോയ് വരാണെങ്കിലൊക്കെ ഞാൻ എൻ്റെ ഉമ്മനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് കൊണ്ടുപോകും. കാരണം ഇവിടുത്തെ നാട്ടുകാരെ എന്ത് പറഞ്ഞു നടക്കുന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മളെ ഫ്രണ്ടായിരിക്കും, അത് ചിലപ്പോൾ ഒരിക്കറിയില്ല. ചിലപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ചെക്കനും കൂടി ഇങ്ങനെ അടുത്ത് പോയി ഞാൻ നാട്ടിലേക്ക് പുതിയ സെറ്റപ്പ് കിട്ടി അങ്ങനെയൊക്കെ വിചാരിക്കാം. ഒരുപാട് നാട്ടുകാരുണ്ട് ഗൈസ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഉമ്മനെ കൂട്ടിയിട്ടാണ് ഞാൻ മെഹനാസിനെ കാണാൻ വേണ്ടി ബീച്ചിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ മെഹനാസിനെ കാണാൻ പോയപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചിങ്ങനെ, ഞാൻ അതല്ല മറ്റേ മെഹനാസിൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്. അപ്പം ഉമ്മക്ക് എന്താ വെച്ചാൽ ഓനെ പറ്റി മോശമായിട്ടൊന്നും പറയാനില്ല. കാരണം ഉമ്മക്ക് എന്താ പറയുക, ഓനെ അങ്ങനെ കണ്ടിട്ടും ഓൻ്റെ സ്വഭാവത്തിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് ഫസ്റ്റത്തെ കാരണം. പിന്നെ എന്താ വെച്ചാൽ വീഡിയോസ് എടുത്തിന് ഫോട്ടോ എടുത്ത് അന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ വീഡിയോസ് ഞാൻ എൻ്റെ അക്കൗണ്ട് സസ്പെൻഡായി പോയത് കൊണ്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ ഹസ്ബൻഡ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കാരണം ആ അക്കൗണ്ടിൽ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഹസ്ബൻഡ് ഉണ്ടോ കുട്ടികളുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇനിയിപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാൽ ഹസ്ബൻഡ് ഉണ്ട് പറഞ്ഞല്ലോ. ഓൾറെഡി ഹസ്ബൻഡ് ഉണ്ട്. എനിക്ക് 2 ബേബി ഉണ്ട്. ഒന്നിന് 4 വയസ്സുണ്ട്, ഒന്നിന് 3 മാസമായിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ വെച്ചാൽ ഒക്കെയാണ് കാര്യങ്ങൾ. കാരണം നിങ്ങൾ വിചാരിക്കണ പോലെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ വിചാരിക്കണ പോലെ ഒന്നല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ വീഡിയോസ് ഇട്ടതിൻ്റെ ടൈമിലാണ് ഞാൻ കുറച്ച് വൈറലായത്. മെഹനാസിൻ്റെ കൂടെ ഇട്ട് എന്തിനാണ് മെഹനാസാനെ കല്യാണം കഴിക്കുന്നത്, ഒരുപാട് ചോദ്യങ്ങളാണ് കേട്ടത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ സംഭവം അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ മെഹനാസ് ഫ്രണ്ട്ഷിപ്പ് മാത്രം. പിന്നെ എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ റിഫൻ്റെ പേരിൽ അറിയപ്പെടണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹമില്ല. ഞാൻ എവിടെ പോയാലും നിങ്ങൾ റിഫനെ പോലെ റിഫനെ പോലുള്ള ആളല്ല അങ്ങനെയൊക്കെ ചോദിക്കും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ വീഡിയോ എൻ്റെ ഇതിലാണ് ചെയ്യണത്. അതിൽ നാട്ടുകാർ വന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊന്നും അതിൽ പറയാനില്ല. അപ്പം ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ബാക്കി ഉത്തരങ്ങളൊക്കെ ഞാൻ കൊടുക്കണമായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, അതുപോലെ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ ഇനി എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം ഉള്ളത് അത് നിങ്ങൾ പറയാം, ഞാൻ അതിൻ്റെ ഉത്തരം എന്തായാലും തരും.
മോശപ്പെട്ടതാണെങ്കിലും എന്താണോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്നോട്